പെട്ടെന്ന് ആ ആ ഹേ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. കുറേ നാളായിട്ട് ഞാൻ ഇങ്ങനൊരു വീഡിയോ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നു. അതിന് കുറച്ച് നേരം മൈൻഡ് ഒന്ന് വർക്ക് ചെയ്യണമായിരുന്നു, കുറച്ച് കാര്യങ്ങളൊക്കെ ആലോചിച്ച് നോട്ട് ചെയ്യണമായിരുന്നു. അപ്പോൾ അത് കാരണം അതിങ്ങനെ നീക്കി വെച്ചേക്കായിരുന്നു. ഇപ്പോൾ എന്തെങ്കിലും കുറച്ച് ടൈം കിട്ടി. അപ്പോൾ പെട്ടെന്ന് ആ ആ അപ്പോൾ കുഞ്ഞുറങ്ങായിരുന്നു കേട്ടോ. അപ്പോൾ എണീറ്റപ്പോൾ അമ്മ വിളിച്ചതാണേ, പോയിട്ട് വന്നു. അപ്പോൾ എന്താ പറഞ്ഞു തന്നെ അപ്പോൾ മൈൻഡ് കുറച്ച് വർക്ക് ചെയ്യണമായിരുന്നു, കാര്യങ്ങൾ നോട്ട് ചെയ്യണമായിരുന്നു. എന്താ വീഡിയോ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെലിവറിക്ക് എനിക്ക് വേണ്ടി വന്ന കുറച്ച് സാധനങ്ങൾ, എൻ്റെ ഡെലിവറിക്ക് ആവശ്യം വന്ന സാധനങ്ങളാണ് കേട്ടോ ഇന്നപ്പോൾ ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഒരു 95% എല്ലാവർക്കും ഇതൊക്കെ ആവശ്യം വന്നിട്ടുണ്ടാവും. അപ്പോൾ ഇതിൽ കൂടുതൽ എന്തെങ്കിലും എനിക്ക് ഓർമ്മയിൽ എനിക്ക് വേണ്ടി വന്ന കാര്യങ്ങളൊക്കെ ഞാൻ നോട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിലും കൂടുതൽ എന്തെങ്കിലും ഉണ്ടെങ്കിൽ വീഡിയോ കാണുന്നവരൊന്ന് കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ ഇനി കാണുന്നവർക്ക് എങ്ങാനും എൻ്റെ വീഡിയോ ആർക്കെങ്കിലും സജഷനായിട്ട് പോയിട്ടുണ്ടെങ്കിൽ അവർക്ക് കാണുമ്പോൾ ഇതുകൂടി കാണാമല്ലോ. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോയല്ലോ. ബാ. ഓക്കെ, ആദ്യം വേണ്ടത് നമ്മുടെ എല്ലാവരുടെയും പോലെ തന്നെ വെള്ള തുണികളാണ് കേട്ടോ. ഒരു 4 ഉണ്ടെങ്കിലും കുറഞ്ഞത് വേണേ. അപ്പോൾ നമുക്ക് കുഞ്ഞിനായിട്ടുള്ളത് മുറിച്ച് മുന്നേ മുറിച്ച് വെക്കണതാണ് നല്ലത്. കാരണം അവിടെ പോയിട്ട് നമുക്ക് സമയം ഉണ്ടാവണമെന്നില്ല മുറിക്കാനായിട്ട്. അപ്പോൾ വീട്ടിൽ നിന്നേ മുറിച്ച് കുഞ്ഞു പീസുകളാക്കിയിട്ട്, കുഞ്ഞിത് വേണ്ട, അത്യാവശ്യം വലുതായിക്കോട്ടെ. കാരണം കുഞ്ഞ് നമുക്ക് ആദ്യമായിരിക്കും കുഞ്ഞുണ്ണിയായിട്ടുണ്ടാവുക. പിന്നെ പെട്ടെന്ന് കുഞ്ഞുങ്ങൾ വളരും. അപ്പോൾ നമ്മൾക്ക് വളരുന്നതനുസരിച്ച് യൂസ് ചെയ്യാൻ പറ്റുന്ന ടൈപ്പിൽ തന്നെ മുറിക്കണം കേട്ടോ. കുഞ്ഞു ടവലായിട്ട് മുറിച്ച് കഴിഞ്ഞാൽ കുറച്ച് കഴിഞ്ഞാൽ അത് യൂസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇവിടെ അനുഭവം വന്നതാണ്. അപ്പോൾ വെള്ളത്തുണികൾ, മുണ്ട് ഒക്കെ ആവശ്യത്തിന് കരുതി വയ്ക്കുക കേട്ടോ. ആവശ്യത്തിലധികം കരുതി വയ്ക്കുക, നല്ലതാണ്. പിന്നെ നമുക്ക് വരുന്നത് നല്ലൊരു കപ്പും ബക്കറ്റും വേണം കേട്ടോ. പുതിയതായിക്കോട്ടെ. അപ്പോൾ നല്ലൊരു കപ്പും ബക്കറ്റും ആവശ്യമാണ് കുളിക്കാനും കാര്യങ്ങൾക്കൊക്കെ. പിന്നെ അതുപോലെ തുണികളിട്ട് വയ്ക്കാനും ഒക്കെ ബക്കറ്റ് ആവശ്യമാണ്. പിന്നെ വേണ്ടത് സോപ്പ്. അത് സോപ്പ് എന്ന് പറയുമ്പോൾ കുളിക്കുന്ന സോപ്പ് ഇട്ടാ. അതത്ര വലിയ സോപ്പ് വേണമെന്നില്ല. കാര്യം നമ്മൾ 5 ദിവസം ഹോസ്പിറ്റലിൽ നിൽക്കുള്ളൂ. നോർമലല്ല, വലിയ ഒന്നും ഇല്ലാണ്ട് C-സെക്ഷൻ ആയാലും നോർമലായാലും ഉള്ള ഡെലിവറി ആണെങ്കിൽ ഒരു 5 ദിവസം 6 ദിവസം നിൽക്കുന്നുണ്ട്. അപ്പോൾ അത്രയും വലിയ സോപ്പും കാര്യങ്ങളൊന്നും നമുക്ക് വേണ്ട. കുഞ്ഞു സോപ്പായി മതി. അതുപോലെ പാത്രം കഴുകുന്ന സോപ്പും കുഞ്ഞിത് മതി. 5 രൂപയുടെ 10 രൂപയുടെ ഒക്കെ എക്സ്ട്രാ ഭാഗം കിട്ടും. അതുപോലെയൊക്കെ മതി, വലുതൊന്നും കൊണ്ടുപോകണ്ട. പിന്നെ വരുന്ന നമുക്ക് പേഴ്സണലായിട്ട് സാധാരണ ബേസിക്കായിട്ട് വേണ്ട കാര്യം ബ്രഷ്, ടൂത്ത് പേസ്റ്റ്, അതുപോലെ പാരച്യൂട്ടിൻ്റെ ഒരു ഓയിൽ, ചെറിയൊരു കുപ്പി ഉള്ളത് നല്ലതാണ് കേട്ടോ. കാരണം നമുക്ക് മുടിയൊക്കെ ആകെ മെസ്സിയായിട്ടായിരിക്കും ഇരിക്കേണ്ടാവുക, പിപ്പിരിയായിട്ട് അങ്ങനെയൊക്കെ ആയിരിക്കും ഇരിക്കേണ്ടാവുക. കാരണം നമുക്ക് മുടിയിലൊന്നും ശ്രദ്ധിക്കാനൊക്കെ നേരിടാവില്ല. അപ്പോൾ ഡെലിവറി ഒക്കെ കഴിഞ്ഞ് നമ്മൾ ഓക്കെ വരുമ്പോൾ നമ്മുടെ നല്ല വൃത്തിയൊക്കെ ആയിട്ടിരിക്കണം. കാരണം ഡോക്ടർമാർ ചെക്കപ്പിനായിട്ട് ഇങ്ങനെ വരുമല്ലോ, റൗണ്ട്സിൽ വരുമല്ലോ വാർഡുകളിലേക്ക്. അപ്പോൾ വരുമ്പോൾ നമ്മൾ നല്ല പോസിറ്റീവായിട്ട് ഇരിക്കുമ്പോൾ അവർക്ക് ഒരു സന്തോഷമാണ്. അപ്പോൾ എൻ്റെന്ന് പറഞ്ഞപ്പോൾ എൻ്റെ കൂടെ തന്നെ ഒരു 5 C-സെക്ഷൻസ് അന്ന് തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഇപ്പം ഞാൻ എൻ്റെ ഡോക്ടറല്ല, വേറെ ഡോക്ടേഴ്സിൻ്റെയും. അപ്പോൾ ഞങ്ങളൊരു ബാച്ച് പോലെയായിരുന്നു, 5 പേര്. അപ്പോൾ രാവിലെ റൗണ്ട്സിന് വന്നതിന് മുന്നേ ഞാൻ വാർഡിൻ്റെ മെയിൻ നേഴ്സ് വന്നിട്ട് പറഞ്ഞു ഇന്ന സമയത്ത് ഡോക്ടർ വരും, അപ്പോഴത്തേക്ക് എല്ലാവരും കുളിച്ച് മേലൊക്കെ ഒന്ന് തുടച്ച് എണീറ്റ് ഇരിക്കണം. പിന്നെ നടക്കാനും പറഞ്ഞു കേട്ടോ. അപ്പോൾ അവർ വരുമ്പോഴത്തേക്ക് ഒരു നടത്തം കഴിയണം, എണീച്ചിരിക്കണം. അതുപോലെ ബ്രഷ് ചെയ്യണം, നല്ല സുന്ദരി കുട്ടപ്പികളായിട്ട് ഇരിക്കണം എന്ന് വന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡോക്ടേഴ്സ് വരുമ്പോഴും അവർക്കൊരു കാണുമ്പോൾ ഞാൻ എൻ്റെ പേഷ്യൻ്റ് ഓക്കെ ആയല്ലോ, അല്ലെങ്കിൽ ഇത്രയും ഇമ്പ്രൂവ്മെൻ്റ് ആയല്ലോ എന്നൊക്കെ നോക്കുമ്പോൾ അവർക്കും ഒരു സന്തോഷമാണ്, നമുക്കും അതുപോലെ നല്ലതാണ്. കാരണം നമ്മൾ പുറത്തുനിന്ന് റിക്കവറി ആയിട്ടുണ്ടെങ്കിൽ ഉള്ളിലും പെട്ടെന്ന് റിക്കവറി സംഭവം ഓക്കെ ആവട്ടെ നമ്മൾ. അപ്പോൾ നമ്മൾ മനസ്സുകൊണ്ട് ഓക്കെ ആയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നമ്മൾ ഹെൽത്തി ആയിട്ട്, അതായത് ഫിറ്റായിട്ടിരിക്കും.
എനിക്ക് തോന്നിയ കാര്യമായിട്ട് അത് നമ്മൾ വയ്യാന്ന് പറഞ്ഞിരുന്നിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു അവസ്ഥ തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാതെ നമ്മൾ ഓക്കെ കുറച്ച് ഓക്കെ 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 എന്ന് നമ്മൾ മനസ്സിൽ തന്നെ വിചാരിച്ചിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് റിക്കവറി നടക്കും. ഓക്കെ. പിന്നെ പിന്നെ വേണ്ടത് നമുക്ക് ഡെറ്റോൾ, സാനിറ്റൈസർ, ഇതൊക്കെ മസ്റ്റാട്ടോ. കാരണം ഹോസ്പിറ്റലാണ്, ഒരുപാട് അണുക്കളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് കൈയൊക്കെ ഒന്ന് സാനിറ്റൈസ് ചെയ്യുക. നമുക്ക് കുഞ്ഞിനെ എടുക്കാനൊക്കെ ഉള്ളതാണ്. അപ്പോൾ സാനിറ്റൈസ് ചെയ്യുക. അതുപോലെ നമ്മുടെ തുണികളൊക്കെ ഡെറ്റോൾ യൂസ് ചെയ്തിട്ട് ഒന്ന് ഒരു പിഴിയെടുക്കുന്നത് നല്ലതാണ്. നല്ലതാണെന്നല്ല, അങ്ങനെ വേണം കേട്ടോ. പിന്നെന്താ, പിന്നെ നമുക്ക് ഡെലിവറി ആവണതിന് മുന്നേ കുഴപ്പമൊന്നുമില്ല. നമ്മൾ എന്താ പറയുക, നോർമലായിട്ട് പെട്ടെന്ന് എമർജൻസി ഒന്നും അല്ലാണ്ട് ഡേറ്റ് ആയിട്ട് പോകുന്നവർക്ക് കുഴപ്പമില്ല. ഓപ്പറേഷൻ അല്ലെങ്കിൽ ഡെലിവറിക്ക് മുന്നേ ഒക്കെ നമ്മൾ ഓക്കെ ആയിരിക്കും. അത് കഴിയുമ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ടില്ല. അപ്പോൾ നല്ല കംഫർട്ടായിട്ടുള്ള ഡ്രസ്സുകൾ മുന്നേ പാക്ക് ചെയ്യുക. പിന്നെ ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റികളൊക്കെ ആണെങ്കിൽ നല്ലതായിരിക്കും. സി സെക്ഷൻ ചെയ്തവർക്കാണെങ്കിൽ ഫുള്ള് ഫ്രണ്ട് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി ഇതുകളുണ്ടാവും, ബട്ടൺ ആയിട്ടുള്ളതുണ്ടാവും. അതാണ് കൂടുതൽ ഡോക്ടേഴ്സ് പ്രിഫർ ചെയ്യുന്നത്. എൻ്റെ ഡോക്ടർ അങ്ങനെയാണെന്ന് എൻ്റെ അടുത്ത് പറഞ്ഞ് ഓപ്പറേഷൻ കഴിഞ്ഞപ്പോൾ. അങ്ങനത്തെ ആണെങ്കിൽ നല്ലതാണ്, കാരണം അവർക്ക് സ്റ്റിച്ചും അതുപോലെ ആ ഇൻസെഷൻ ഏരിയ ഒക്കെ കാണണമല്ലോ. അപ്പോൾ അങ്ങനെ ഫുള്ള് ഓപ്പൺ ആയിട്ടുള്ള നൈറ്റി നല്ലതായിരിക്കും. ഫീഡിങ്ങിനും അതാണ് എളുപ്പം. ഓക്കെ, അങ്ങനെ. പിന്നെ അതുപോലെ തന്നെ നമ്മൾ ഇന്നർ വേഴ്സ്, ബ്രായൊക്കെ നമുക്ക് യൂസ് ചെയ്യുമ്പോൾ നല്ല കോട്ടൻ്റെ, അതൊക്കെ നമ്മൾ നല്ലോണം ശ്രദ്ധിക്കണം. നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് വേണം നമുക്ക് യൂസ് ചെയ്യാനായിട്ട്. നമുക്ക് ആകെ ഒരു അസ്വസ്ഥതയായിരിക്കും. കാരണം ഫീഡിങ്ങിനും ഒക്കെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ളത് നോക്കിയിട്ട് അതാണ് നമുക്ക് കിട്ടുക. അപ്പം നമ്മുടെ മൈൻഡ് അവിടെ നമ്മൾ ചൂസ് ചെയ്യുന്നത് നമുക്ക് എന്താ പറയുക നമ്മൾ ഡെലിവറി കഴിഞ്ഞിട്ട് നമ്മുടെ ബോഡി ആകെ മാറും. മുൻപത്തെ ബോഡിയല്ല. അപ്പോൾ മാറുമ്പോൾ അതിനനുസരിച്ച് നല്ല ഇൻ്റർവെയേഴ്സ് യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ നമ്മുടെ മൈൻഡ് ആകെ നമുക്കൊക്കെ ഭ്രാന്ത് പിടിക്കുന്ന പോലെ തോന്നും. അപ്പോൾ അതൊക്കെ നമ്മൾ ശ്രദ്ധിക്കുക. ആ ടൈമിൽ വിഷമിച്ചിട്ട് കാര്യമില്ല, മുന്നേ നമ്മൾ അതിനുള്ളത് സെറ്റാക്കണം. പിന്നെന്താ, പിന്നെ ഞാൻ മെറ്റേണിറ്റി പാഡ്സ് ഒന്നും യൂസ് ചെയ്തില്ല കേട്ടോ. ക്ലോത്ത് തന്നെയാണ് യൂസ് ചെയ്തത്. അപ്പോൾ പലരും നോർമൽ ഡെലിവറിക്കും പറഞ്ഞിട്ടുണ്ട് അങ്ങനെ പാഡ് യൂസ് ചെയ്യുന്നത് ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ പിന്നെ നമുക്ക് വേണ്ടത് കുഞ്ഞ് കുറച്ച് ദിവസമല്ല, ചെക്കപ്പിനും കാര്യങ്ങളൊക്കെ ആയിട്ട് NCU അങ്ങനെ കുട്ടികളുടെ ഒരു ഡിപ്പാർട്ട്മെൻറ്റ് ഉണ്ടല്ലോ, അവിടെ നമുക്ക് കൊണ്ടുപോയി ചെക്കപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നമുക്ക് കുട്ടികളെ നമ്മൾ തുണിയാണല്ലോ ഉടുപ്പിക്കുക, അവിടെ തുണി പറ്റില്ല. അവിടെ നമുക്ക് ഡൈപ്പേഴ്സ് തന്നെ വേണം. അപ്പോൾ അത് ആ സമയത്ത് നമ്മൾ വാങ്ങാതെ ഹോസ്പിറ്റലിൽ ചെന്ന് നമ്മുടെ ഡെലിവറി ഒക്കെ ടൈമൊക്കെ ഫിക്സ് ചെയ്തിട്ടുണ്ടെങ്കിൽ കൈയോടെ വാങ്ങി വെക്കുന്നതാട്ടെ നല്ലത്. ഇനി അപ്പോൾ നമുക്ക് കുട്ടിക്ക് എന്തെങ്കിലും ചെക്കപ്പും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ അങ്ങോട്ടൊക്കെ കൊണ്ടുപോകണമെങ്കിൽ പെട്ടെന്ന് ആ സമയത്ത് നമ്മൾ തിരഞ്ഞു പിടിച്ച് വാങ്ങിച്ച ആൾക്കും ബുദ്ധിമുട്ടാവേണ്ട, മുമ്പേ വാങ്ങണത് നല്ലതാണ്. ഓക്കെ. പിന്നെ നമ്മുടെ കുട്ടിക്ക് ടർക്കികളില്ലേ, ടവൽസ്, അത് കുറേ വേണം കേട്ടോ. കാരണം എനിക്കെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾക്ക് വന്നത് അവിടെ വാഷ് ചെയ്യാനായിട്ട് അധികം എളുപ്പമല്ല. പിന്നെ അധികം നേരം എനിക്ക് അമ്മ കൂടെ ഇല്ലെങ്കിൽ എന്തോ പോലെ കേട്ടാ. അപ്പോൾ അമ്മേനെ അധികം നേരം അലക്കാനും കാര്യങ്ങൾക്കൊന്നും എനിക്ക് പറഞ്ഞു വിടാനും പറ്റില്ല. കുഞ്ഞു കരയുമ്പോൾ നമുക്ക് എടുക്കാനും പറ്റില്ല. സിസറിൻ കഴിഞ്ഞിട്ട് നമുക്കങ്ങനെ എടുക്കാനോ അതിനൊന്നും നമ്മളധികം മൂമെൻറ്റ്സൊന്നും അധികം പറ്റില്ലല്ലോ. അപ്പോൾ അമ്മ എപ്പോഴും കൂടെ വേണം. അപ്പോൾ നമുക്കങ്ങനെ അടക്കാനും കാര്യങ്ങൾക്കൊക്കെ ഒന്നും അമ്മേനെ എനിക്കങ്ങോട്ട് വിടില്ലായിരുന്നു ഞാൻ. അപ്പോൾ നമുക്കത് വാഷ് ചെയ്തിട്ടാലും നമുക്കത് കിട്ടണമെന്നില്ല. അവിടെ കുറേ പേര് പരാതി പറയണ കേട്ടു, അവരുടെ ടോപ്പ് കാണാണ്ടായി, അങ്ങനെ പുതിയ ഡ്രസ്സുകൾ കാണാണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ കംപ്ലയിൻറ്റ്സ് കേട്ടു. അപ്പോൾ അത് കാരണം നമ്മുടെ തുണികൾ അവിടെ വാഷ് ചെയ്തിടുന്നത് നല്ലതല്ല നമുക്ക് പറ്റില്ല. അങ്ങനെയൊക്കെ കാണാണ്ട് പോയാലോ. അപ്പോൾ ടർക്കികൾ ഒരു 5-6 എണ്ണം ഉള്ളത് നല്ലതാട്ടോ. വാഷ് ചെയ്തിട്ടാലും കാലാവസ്ഥ എങ്ങനെയാണെന്ന് അറിയില്ല, പെട്ടെന്ന് ഉണങ്ങുമെന്നൊന്നും നമുക്കറിയില്ല. അപ്പോൾ ടർക്കികൾ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള കുറച്ച് ടവൽസൊക്കെ ഉള്ളത് നല്ലതാട്ടോ. കുട്ടീനെ പൊതിഞ്ഞു പിടിക്കുന്നില്ലേ അത്. പിന്നെന്താ, പിന്നെ നമുക്ക് കുട്ടീനെ അവിടെ കുളിപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. നമ്മൾ കുറേ ദിവസം കഴിഞ്ഞിട്ടാണ് കൊച്ചിനെ മര്യാദയ്ക്കൊന്ന് കുളിപ്പിച്ചത്. അപ്പം അതുവരെ നമ്മൾ ജസ്റ്റ് തുടക്കൽ തന്നെയായിരുന്നു, ഇളം ചൂടുവെള്ളത്തിൽ തുടക്കലായിരുന്നു. അപ്പോൾ ഹോസ്പിറ്റലിൽ നമുക്ക് ചൂടുവെള്ളം കിട്ടണമെന്നില്ല. ഞാൻ ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ കാര്യമായിട്ടാണ് പറയുന്നത്, പ്രൈവറ്റിൽ എനിക്കറിയില്ല. അപ്പോൾ അവിടെ നമുക്ക് ചൂടുവെള്ളം ഒക്കെ ചില ടൈമുകളിലൊക്കെ ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട്. അപ്പോൾ നമുക്ക് കൊച്ചിനെ തുടയ്ക്കാനായിട്ട്
വെറ്റ് വൈപ്സ് ഇല്ലേ, ഹിമാലയയുടെ അതുപോലെ നല്ല നല്ല ബ്രാൻഡിൻ്റെ വെറ്റ് വൈപ്സ് യൂസ് ചെയ്യണ്ട കേട്ടോ. അത് മസ്റ്റായിട്ട് വേണേ. ആ ടൈമിൽ അതുപോലെ നമ്മൾ തുണിയൊക്കെ യൂസ് ചെയ്ത സോഫ്റ്റ് സ്കിന്നല്ലേ, അതൊക്കെ പെട്ടെന്ന് ഒരു റെഡ് കളറാവും തൊലി പോയിട്ട്. അപ്പോൾ ഈ വെറ്റ് വൈപ്സ് നല്ലതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ബ്രാൻഡിൻ്റെ നോക്കി വാങ്ങാം. പിന്നെ വേണ്ടത് ഒരു സിമ്പിളായിട്ട് കുഞ്ഞി ബാഗ് കേട്ടോ. ഒരു വൺ സൈഡ് ബാഗ് ആണെങ്കിൽ നല്ലതാണ് കേട്ടോ. അത് നമുക്കല്ല, നമ്മുടെ കൂടെ നിൽക്കുന്ന അമ്മയ്ക്ക് അല്ലെങ്കിൽ ബൈസ്റ്റാൻഡർക്ക് അത് നല്ലതാണ്. കാരണം ക്യാഷ് ആയാലും നമുക്ക് പുറത്തിറങ്ങാനും ഹോസ്പിറ്റലിൽ പുറത്ത് പോകാനും അല്ല വാർഡിൻ്റെ പുറത്തേക്ക് പോകാൻ അകത്തേക്ക് കയറാനൊക്കെ നമുക്കൊരു കാർഡുണ്ട്. ആ കാർഡ് ഇടാനും അതുപോലെ എന്തെങ്കിലുമൊക്കെ ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ ഇടാനായിട്ട് ഒരു ചെറിയ ബാഗ് അവരുടെ ഷോൾഡറിൽ കിടക്കുന്നത് നല്ലതാണ്. അപ്പോൾ അങ്ങനെ പിന്നെ വേണ്ടത് മെയിനായിട്ട് വേണ്ട കാര്യം ഞാൻ പറഞ്ഞില്ല, എനിക്കൊരു വട്ടം ആകെ നാണക്കേടായിട്ടുള്ള കാര്യമാണ്. ഫയലുണ്ടല്ലോ, നമ്മുടെ റിപ്പോർട്ട്സും കാര്യങ്ങളൊക്കെ നമ്മൾ ഓർഡറായിട്ട് വെക്കണം. അത് മസ്റ്റായിട്ട് ചെയ്യേണ്ട കാര്യം കേട്ടോ. അത് ഓർഡറായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ഡേറ്റ് അനുസരിച്ച് ഓർഡറായിട്ട് വെക്കണം. സ്കാനിങ് റിപ്പോർട്ടായാലും നമ്മുടെ ബ്ലഡ് ടെസ്റ്റ് ചെയ്തായാലും എന്തായാലും ഡേറ്റ് അനുസരിച്ച് വെക്കുക. പറ്റുമെങ്കിൽ ഒന്ന് സ്റ്റാപ്പിൾ ചെയ്ത് വെക്കണം നല്ലത്, പെട്ടെന്ന് എടുക്കാതെ നമുക്ക്. അപ്പോൾ സ്കാനിങ് റിപ്പോർട്ടും കാര്യങ്ങളൊക്കെ ഓർഡറാക്കി ഡേറ്റ് അനുസരിച്ച് വെക്കാം. പിന്നെ ലാസ്റ്റ് ടൈമിൽ വന്നത് നമുക്ക് 8ാം മാസമൊക്കെ ആവുമ്പോഴത്തേക്കും ഡോക്ടർ വീണ്ടും നമുക്കൊരു ലിസ്റ്റ് ഇട്ട് ആ ഹോസ്പിറ്റലിൽ നിന്ന്, ഗവൺമെൻറ് ഹോസ്പിറ്റലിൽ നിന്ന് തന്നെ ഈ കുറച്ച് ടെസ്റ്റുകൾ ചെയ്യാൻ തന്നിട്ടായിരുന്നു. അതിൽ എന്താണെന്നറിയില്ല, HIV മാത്രം ടെസ്റ്റ് ചെയ്തില്ല. നമ്മൾ നമുക്ക് ആദ്യം ഫസ്റ്റ് സ്കാനിങ്ങിനോടൊപ്പം തന്നെ നമ്മൾ അതൊക്കെ ചെക്ക് ചെയ്തായിരുന്നു, ടെസ്റ്റ് ചെയ്യണമെന്ന് എഴുതി തന്നിട്ടുണ്ടായിരുന്നു പുറത്തെ ലാബുകളിൽ നിന്ന്. പക്ഷേ ഇത് നമുക്ക് ഗവൺമെൻറ് ലാബിൽ നിന്ന് തന്നെ ചെയ്യണമായിരുന്നു. പക്ഷേ അത് ടിക്ക് ഇട്ടുന്നുണ്ട്. പക്ഷേ എന്താ ഞാൻ ചെയ്യാത്തതെന്ന് എനിക്കറിയില്ല. 2 ദിവസമായിട്ടാണ് നമ്മൾ ഈ ടെസ്റ്റുകൾ ചെയ്തത്. കാരണം ഫാസ്റ്റിംഗ് ഉണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ദിവസം ചെന്നപ്പോൾ തന്നെ കുറച്ച് ടെസ്റ്റുകൾ ചെയ്തു. ഭക്ഷണം കഴിച്ചിട്ടാണല്ലോ നമ്മൾ പോവുക. അത്രയും നേരമൊന്നും എനിക്ക് ഫുഡ് കഴിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ കഴിച്ചിട്ട് ചെയ്താൽ കുഴപ്പമില്ലാത്ത ടെസ്റ്റുകളൊക്കെ അന്ന് ചെയ്തു. പിന്നെയുള്ളത് നമ്മൾ പിറ്റേ ദിവസത്തേക്ക് വെച്ചു. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ഇടയിൽ HIV ടെസ്റ്റ് മിസ്സായി. അപ്പോൾ ലാസ്റ്റ് ടൈമാണ് പെട്ടെന്ന് സി സെക്ഷൻ എമർജൻസി സിസേറിയൻ പറഞ്ഞു. അതിനിടയ്ക്ക് HIV ചെയ്ത ടെസ്റ്റിൽ കുറേ അവരെന്നെ ചോദിച്ചു, എന്താ ടെസ്റ്റ് ചെയ്യാത്ത, എവിടെ ചെയ്തിട്ട് റിസൾട്ട് എവിടെ ചെയ്ത് കുറേ ചോദിച്ചു. എനിക്കുണ്ടോ ആ സമയത്ത് വല്ല ഇതും ആകെ മൈൻഡ് പോയിരിക്കുക. അപ്പം ഞാനത് ചെയ്തിട്ടുണ്ടാവും, ചെയ്തിട്ടില്ല. ലാസ്റ്റ് പിന്നെ HIV വേണ്ട, ഒന്നും വേണ്ട, കാരണം ടൈം പോകാനല്ലോ. അപ്പോൾ വേഗം അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ HIV ടെസ്റ്റ് ശ്രദ്ധിക്കുക കേട്ടോ, അത് ചെയ്യണം. അത് ചെയ്തില്ലെങ്കിൽ അവർക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഓക്കെ. പിന്നെ പാരസെറ്റമോള് കൈ പിടിക്കണം നല്ലതാട്ടോ. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു സ്റ്റോറി ഉണ്ട്. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ 5 ദിവസം ഒരു കോഴ്സാണ് ഇത്ര ഈ സിസേറിയൻ കഴിഞ്ഞിട്ടുള്ള ഈ മരുന്നുകൾ. അത് 5 ദിവസമാണ്. അപ്പോൾ നമ്മുടെ സിസേറിയൻ കഴിഞ്ഞ 5 ദിവസത്തെ ഓപ്പറേഷൻ കഴിഞ്ഞ 5 ദിവസം കഴിഞ്ഞിട്ട് നേരമാകുമ്പോഴാണ് നമ്മൾ ഡിസ്ചാർജ് ആവുക. അപ്പോൾ അതുവരെയുള്ള മരുന്നുകൾ ഒരു കോഴ്സ് പോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ 2 നേരം എൻ്റെ പാട് എവിടെയാണ് പാടപ്പോഴുണ്ട് പോയി ഇഞ്ചക്ഷൻ സംഭവമൊക്കെ ഉണ്ട്. അപ്പോൾ അതൊക്കെ ഒരു കോഴ്സ് പോലെയാണ്. അപ്പോൾ അതിൻ്റെ കൂടെ പാരസിറ്റമോളും കൂടി ഒരു നേരം തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഭക്ഷണം കഴിക്കാനായിട്ട് എൻ്റെ കയ്യിൽ തന്നു. അത് ഞാനൊരു ടേബിളിൽ വെച്ചു. പിന്നെ അത് കാണാനില്ല. അപ്പോൾ അത് പാരസിറ്റമോളാണ്. അപ്പോൾ നമുക്ക് പിന്നെ രണ്ടാമത് അവരുടെ അടുത്ത് ചോദിച്ചിട്ടുണ്ടെങ്കിൽ എന്നാലും ചോദിച്ച് വാങ്ങി. അപ്പോൾ അവരെ ചീത്തക്കാൻ ചാൻസ് ഉണ്ട് നഴ്സുമാരുടെ കയ്യിൽ നിന്ന്, സിസ്റ്റേഴ്സിൻ്റെ കയ്യിൽ നിന്ന്. അപ്പോൾ എന്താ പറയുക, പാരസിറ്റമോൾ ഞാൻ കയ്യിൽ വയ്ക്കാം. പിന്നെ നമ്മൾ പാത്രങ്ങളുണ്ടല്ലോ, ഫുഡ് കഴിക്കുന്ന പാത്രങ്ങൾ, അതൊന്നും അധികം കൊണ്ടുപോകണ്ട. ചാർജിങ് പ്ലോട്ടുകൾ കാര്യങ്ങളൊന്നും ഞാൻ കണ്ടില്ല കേട്ടോ. എന്തായാലും നമുക്ക് ഉള്ളിൽ ചാർജ് ചെയ്യാൻ പറ്റില്ല, പുറത്ത് വേണം. അപ്പോൾ ഞാൻ എൻ്റെ അമ്മയുടെ ഫോൺ ഹസ്ബൻഡിൻ്റെ കയ്യിലാണ് കൊടുത്ത് ചാർജ് ചെയ്യിച്ചിരുന്നത്. പിന്നെ ഞാൻ ഫോണൊന്നും അധികം നോക്കിയിട്ടൊന്നുമില്ല, നോക്കാനുള്ള മൈൻഡല്ല നമുക്ക് നോക്കാനും ഒന്നും പറ്റില്ലായിരുന്നു. അപ്പം എൻ്റെ ചാർജ് ചെയ്യേണ്ട അവസരങ്ങൾ അധികം വന്നിട്ടില്ല. അമ്മയുടെ ആയിരുന്നു, കാരണം കുറേ ഫോൺ കോൾസ് കാര്യങ്ങളൊക്കെ അമ്മയ്ക്ക് ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെയാണ് കൂടുതൽ നേരം കുത്തിയിടാൻ കൊടുത്തത്. കുത്തിയിടാൻ കൊടുക്കുമ്പോഴും അവിടെ കൂടെ ആളുകളല്ലോ, ഫോണാണല്ലോ, അതിൽ കിടത്തോണ്ട് പോയല്ലോ. അപ്പോൾ അതിനായിട്ട് അധികം സൗകര്യങ്ങളൊന്നും ഉണ്ടായില്ല. അപ്പോൾ ഇതൊക്കെയാണ് കേട്ടോ. ഇത്രേ ഉള്ളൂ. നോട്ടിക്കും അതുപോലെ നാരങ്ങ വെള്ളം കുടിക്കണതൊക്കെ ഞാൻ ഏതൊക്കെയോ എന്താ പറയുക, ഡെലിവറി ബാഗ് പാക്കിങ്ങിൽ ഞാൻ കണ്ടിട്ടുണ്ട്. അതൊന്നും എനിക്ക് പറ്റില്ല, ചിന്തിക്കാനേ പറ്റില്ല. അതിനുള്ള സമയമോ കാര്യങ്ങളോ സിറ്റുവേഷനൊന്നും അല്ല. പിന്നെ പ്രൈവറ്റ് ഹോസ്പിറ്റൽ അങ്ങനെ റൂമൊക്കെ എടുത്ത് നിൽക്കുകയാണെങ്കിൽ അപ്പോൾ കുഴപ്പമില്ലായിരിക്കാം. പക്ഷേ ഞങ്ങൾക്ക് അങ്ങനെയൊന്നും പറ്റിയില്ല. ടൈമല്ല, സിറ്റുവേഷനൊന്നും അങ്ങനെ അറിഞ്ഞില്ല.
ആ അങ്ങനെ അപ്പോൾ ചെറിയ ചെറിയ പാത്രങ്ങൾ 2 ഗ്ലാസ്, അതുപോലെ സ്പൂണ്, അതുപോലെ ഈ 2 പ്ലേറ്റ്, അതുപോലെ നമുക്ക് ബാക്കി ഭക്ഷണം വന്നിട്ടുണ്ടെങ്കിൽ അത് വെക്കാനുള്ള ഒരു ചൂടാറാത്ത പാത്രം, അങ്ങനെയൊക്കെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ട് എടുത്താൽ മതി. കുറേ ആയിട്ടൊന്നും കൊണ്ടുപോകണ്ട. അതൊന്നും നമുക്ക് യൂസ് ചെയ്യാനുള്ള ഇതൊന്നും കിട്ടുമെന്ന് വരില്ല. പിന്നെന്താ, പിന്നെ ഒരു പ്ലാസ്റ്റിക് കവർ കയ്യിൽ പിടിക്കുന്നത് നല്ലതാട്ടോ. അതുപോലെ കൊച്ചിൻ്റെ ഡൈപ്പേഴ്സ് ഒന്നും നമുക്കവിടെ ഡിസ്പോസ് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ വിസിറ്റേഴ്സ് വരുമ്പോൾ അവരുടെ കയ്യിൽ കൊടുത്തുവിടാമല്ലോ. അതായത് ഇപ്പോൾ എൻ്റെ ചേച്ചി വന്നത്, എൻ്റെ ഹസ്ബൻഡൊക്കെ വന്നത്, അതുപോലെ എൻ്റെ അമ്മായിയൊക്കെ വരുമ്പോൾ നമുക്ക് അവരായിട്ട് കൊടുത്തുവിടാമല്ലോ, വീട്ടിലേക്ക് കൊടുത്തുവിടാമല്ലോ ഡിസ്പോസ് ചെയ്യാനായിട്ട്. അതുപോലെ തുണികളൊക്കെ ആയാലും ചേച്ചിയുടെ കയ്യിൽ കൊടുത്തുവിട്ടു, ചേച്ചിയുടെ കൂടെ തൊട്ടടുത്താണ്. അപ്പോൾ ചേച്ചി അത് വാഷ് ചെയ്തിട്ട് പിറ്റേ ദിവസം വരുമ്പോൾ കൊണ്ടുത്തരും. അങ്ങനെയൊക്കെ നമുക്ക് കൊടുത്തുവിടാനൊക്കെ ആയിട്ട് ഒരു പ്ലാസ്റ്റിക് കവർ, 1-2 പ്ലാസ്റ്റിക് കവർ ഉള്ളത് നല്ലതാട്ടോ. അതെ, അങ്ങനെ യൂസ് ചെയ്ത ഡൈപ്പേഴ്സൊക്കെ കൊടുക്കാനായിട്ട് നല്ലതാണ്. പിന്നെ മസ്റ്റായിട്ട് വേണ്ടത് നമ്മുടെ ഫോൺ ചാർജറാണ്. ഇതിൻ്റെ കൂടെ എന്തെങ്കിലും ആഡ് ചെയ്യാനുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. പിന്നെ എന്ത് കമൻറ്റ്സ് ആയാലും കുഴപ്പമില്ല കേട്ടോ. അപ്പോൾ എന്നെ പറ്റി ആയാലും ഒരു കുഴപ്പമില്ല. അപ്പോൾ വീഡിയോ ഇത്രയുള്ളൂ കേട്ടോ. ഓക്കെ, ബൈ.